ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പഗ്ഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. വസന്ത നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ദിവസമാണെന്ന് എല്ലാവർക്കും ആശംസകൾ. ഇന്നലെ ചൈത്രമാസം ആരംഭിച്ചതോടുകൂടി പുതിയ സംവത്സരവും ആരംഭിച്ചു. പ്രഭവം എന്നുള്ളതായിട്ടുള്ള സംവത്സരമാണ് തോന്നുന്നു. പ്രഭവാദി സംവത്സരങ്ങളാണ്. 60 വർഷം കഴിയുമ്പോൾ വീണ്ടും ചുറ്റി വരും. അപ്പം അതിലാദ്യത്തെ വർഷം യുഗാദി ആണെന്നലെ. ഇന്നും ഇന്നലെയൊക്കെ യുഗാദിയായിട്ട് പലയിടത്തും കൊണ്ടാടുന്നു. എല്ലാവർക്കും ആശംസകൾ. ഒരു പുതുവർഷം. രാമനവമിക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നവമിയാണ് ശ്രീരാമനവമി, ചൈത്രമാസം. അപ്പോൾ ഇന്ന് 6:30 കഴിഞ്ഞ് 6:45 ശേഷം ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തേക്ക് ആക്കിയത്. രാവിലെയും കുറച്ച് തിരക്കുകളായിരുന്നു. കുറച്ച് നേരമെങ്കിലും നമുക്ക് ഗസ്റ്റുകൾ വരുന്നവരെ എടുക്കാം. നമ്മൾ ഭാഗവതജ്ഞാനഗംഗയിൽ 89-ാം അധ്യായമാണ്. 89-ൽ ആദ്യത്തെ ഒരു പ്രകരണം അല്ലെങ്കിൽ ഒരു കഥ കഴിഞ്ഞു. വിഷ്ണു മഹത്വ സ്ഥാപനം അല്ലെങ്കിൽ ഭൃഗുപരീക്ഷ എന്ന് പറയുന്നതായിട്ടുള്ള ത്രിമൂർത്തികളിൽ ആരാണ് ഉപാസിക്കാൻ ഏറ്റവും യോഗ്യൻ? സത്വമൂർത്തിയായ ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചതായിട്ടുള്ള ഒരു കഥ. 21 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ കണ്ടു. അതൊന്നും കൂടെ വായിക്കാം. എന്നിട്ട് അടുത്ത ഭാഗം സന്താനഗോപാലം, അതിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് നാളെയായിട്ട് അത് തീർക്കാം. അപ്പോൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 19-തമോऽധ്യായः. ശ്രീശുക ഉവാച. സരസ്വത്യാസ്തടേ രാജൻ ഋഷയഃ സത്രമാസത. വിതർക്കഃ സമഭൂത്തേഷാം 3 അദീശേഷു കോ മഹാൻ. തസ്യ ജിജ്ഞാസയാ തേ വൈ ഭൃഗും ബ്രഹ്മസുതം നൃപ. തജ്ഞപ്യൈ പ്രേഷയാമാസുഃ സോऽഭ്യഗാത് ബ്രഹ്മണഃ സഭാം. ന തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാ. തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സ്വേന തേജസാ. സ ആത്മന്യുത്ഥിതം മന്യുമാത്മജായ ആത്മനാ പ്രഭുഃ. അശീശമത് യഥാ വന്യം സ്വയോന്യാവാരിണാത്മഭൂഃ. തതഃ കൈലാസമഗമത് സതം ദേവോ മഹേശ്വരഃ. പരിരബ്ധും സമാരേഭേ ഉത്ഥായ ഭ്രാതരം മുദാ. നൈച്ഛത്വം അസി ഉത്പദകഃ ഇതി ദേവശ്ചുകോപഃ. ശൂലമുദ്യമ്യതം ഹന്തുമാരേഭേ തിഗ്മലോചനഃ. പതിത്വാ പാദയോർദേവീ സാന്ത്വയാമാസ തം ഗിരാ. അധോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദനഃ. ശയാനം ശ്രിയ ഉത്സംഗേ പദാ വക്ഷസ്യ താടയത്. തത ഉത്ഥായ ഭഗവാൻ സഹ ലക്ഷ്മ്യാ സദാംഗതിഃ. സ്വതൽപാദവരുഹ്യാദ നനാമ ശിരസാ മുനിം.
आहते स्वागतं ब्रह्मन् निशीदात्रासने क्षणम् अजानताम् आगतान् वः क्षन्तुमर्हत नः प्रभो अतीव कोमलौ तात चरणौ ते महामुने इत्युक्त्वा विप्रचरणौ मर्दयन् स्वेन पाणिना पुनीः सह लोकं मां लोकपालांश्च मद्गदान् पादोदकेन भवतः तीर्थानां तीर्थकारिणा अद्याहं भगवन् लक्ष्म्या आसम् एकान्तभाजनं वल्स्यति उरसि मे भूतिः भवल्पादहतं हसः। श्रीशुक उवाच एवं ब्रुवाणे वैकुण्ठे भृगुः तन्मन्त्रया गिरा निर्वृतस्तर्पितस्तूष्णीं भक्त्युत्कण्ठो अश्रुलोचनः पुनश्च सत्रमाव्रज्य मुनीनां ब्रह्मवादिनां स्वानुभूतमशेषेण राजन् भृगुरवर्णयत् तन्निशम्यादमुनयो विस्मिता मुक्तसंशयाः भूयांसं श्रद्धदुर्विष्णुं यतः शान्तिर्यतो अभयं धर्मः साक्षात् यतो ज्ञानं वैराग्यं च तदन्वितम् ऐश्वर्यं चाष्टधा यस्मात् यशश्चात्ममलापहम् मुनीनां न्यस्तदण्डानां शान्तानां समचेतसाम् अकिञ्चनानां साधूनां यमाहुः परमाङ्गतिं सत्यं यस्य प्रियामूर्तिः ब्राह्मणास्तु इष्टदेवताः भजन्त्यनाशिषशान्ताः यं वा निपुणबुद्धयः त्रिविधा हृदयस्तस्य राक्षसा असुरासुराः गुणिन्या मायया सृष्टाः सत्वं तत्तीर्थसाधनम्। श्रीशुक उवाच एवं सारस्वता विप्राः नृणां संशयनुत्तये पुरुषस्य पदाम्भोजसेवया तद्गतिं गताः। सूत उवाच इत्येतन्मुनितनयास्य पद्मगन्धपीयूषं भवभयवित्परस्य पुंसः सुश्लोकं श्रवणपुटैः पिबत्यभीक्ष्णं पान्धोद्वभ्रमणपरिश्रमं जहाति। श्रीशुक उवाच एकदा द्वारवत्यां तु विप्रपत्न्याः कुमारकः जातमात्रो भुवं स्पृष्ट्वा ममार किल भारतम् विप्रो गृहीत्वा मृतकं राजद्वारि उपधाय सः इदं प्रोवाच विलपन् आतुरो दीनमानसः ब्रह्मद्विषः षडधियः लुब्धस्य विषयात्मनः क्षत्रबन्धोः कर्मदोषाद् पञ्चत्वं मे गतोर्भगः हिंसाविहारं नृपतिं दुःशीलमजितेन्द्रियं प्रजा भजन्त्यः सीदन्ति दरिद्रा नित्यदुःखिताः एवं द्वितीयं विप्रर्षिः तृतीयं त्वेवमेव च विसृज्य स नृपद्वारी तां गाथां समगायत तामर्जुन उपसृत्य कर्हिचित् केशवान्दिके परे ते नवमे बाले ब्राह्मणं समभाषत किंचित् ब्रह्मन् त्वन्निवासे इह नास्ति धनुर्धरः राजन्यबन्धुरेते वै ब्राह्मणा सत्रमासते धनदारात्मजा पृक्ता यत्र शोचन्ति ब्राह्मणाः ते वै राजन्यवेषेण नटा जीवन्त्यसुम्बराः अहं प्रजां वां भगवन् रक्षिष्ये दीनयोरिह अनिस्तीर्ण प्रतिज्ञोऽग्निं प्रवेक्ष्ये हतकल्मषः। ब्राह्मण उवाच सङ्कर्षणो वासुदेवः प्रद्युम्नो धन्विनां वरः अनिरुद्धो प्रतिरथो न त्रातुं शक्नुवन्ति यत् तत्कथं नु भवान् कर्म दुष्करं जगदीश्वरैः चिकीर्षसि त्वं बालि स्यात् तन्न श्रद्धद्महे वयम्। अर्जुन उवाच नाहं सङ्कर्षणो ब्रह्मन् न कृष्णः कार्ष्णिरेव च अहं वा अर्जुनो नाम गाण्डीवं यस्य वै धनुः मावमं स्थाममब्रह्मन् वीर्यं त्र्यम्बकतोषणं मृत्युं विजित्य प्रधने आनेष्येते प्रजां प्रभो। एवं विस्रम्भितो विप्रः फाल्गुनेन परन्तप जगाम स्वगृहं प्रीतः पार्थवीर्यं निशामयन् प्रसूतिकालासन्ने भार्यायाः द्विजसत्तमः पाहि पाहि प्रजां मृत्योः इत्याह अर्जुनम् आदुरः
സ ഉപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദതേ ന്യരുണത്സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈഃ തിര്യകൂർധ്വമതഃ പാർത്ഥഃ ചകാര ശരപഞ്ചരം തദ കുമാരഃ സഞ്ജാതോ വിപ്രപത്ന്യാരുതന്മുഹുഃ സദ്യോദ അദർശനമാപേദേ സശരീരോ വിഹായസാം തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യത മേ യോഹം ശ്രദ്ധതേ ക്ലീബകഥനം ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവഃ യസ്യ ശേകുഃ പരിത്രാതും കോന്യസ്തദ് അവിതേശ്വരഃ ദിഗർജുനം വൃഷാവാദം ധിഗാത്മശ്ലാഘിനോ ധനുഃ ദൈവോപസൃഷ്ടം ജോ മൗഢ്യാത് ആനിനീഷതി ദുർമതിഃ ഏവം ശപതി വിപ്രർഷൗ വിദ്യാമാസ്ഥായ ബാൽഗുനഃ യയൗ സംയമനീം ആശു യത്രാസ്തേ ഭഗവാൻ യമഃ വിപ്രാപത്യമചക്ഷാണഃ തത ഐന്ദ്രീം അഗാത്പുരീം ആഗ്നേയീം നൈർഹൃദീം സൗമ്യാം വായവ്യാം വാരുണീം അത രസാതലം നാകപൃഷ്ഠം ധിഷ്ണ്യാനി അന്യാനി ഉദായുധഃ തതോ അലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഃ കൃഷ്ണേന പ്രത്യുക്തഃ പ്രതിഷേധത ദർശയേദ്വിജസൂനും തേ മാ അവജ്ഞാത്മാനമാത്മനാ ഏതേ നഃ കീർത്തിം വിമലാം മനുഷ്യാഃ സ്ഥാപയിഷ്യന്തി ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരഃ ദിവ്യം സ്വരതമാസ്ഥായ പ്രതീചീം ദിശമാവിശത് സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തഗിരീനദ ലോകാലോകം തഥാതീത്യ വിവേശസ്സു മഹത്തമഃ തത്രാശ്വാശൈബ്യസുഗ്രീവമേകപുഷ്പബലാഹകാഃ തമസി ഭ്രഷ്ടഗതയോ ബഭൂവുർഭരതർഷഭ താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വരഃ സഹസ്രാദിത്യസങ്കാശം സ്വചക്രം പ്രാഹിണോത്പുരഃ തമസ്സു ഘോരം ഗഹനം കൃതം മഹത് വിദാരയദ്ഭൂരിതരേണ രോജിഷാ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യഥാ ചമൂഃ ദ്വാരേണ ചക്രാനുപധേന ദത്തമഃ പരം പരം ജ്യോതിരനന്തപാരം സമസ്നുവാനം പ്രസമീക്ഷ്യ ഭാൽഗുനഃ പ്രതാഡിതാക്ഷോപി തദക്ഷിണീ ഉഭേ തതഃ പ്രവിഷ്ടഃ സലിലം നഭസ്വതാ ബലീയസൈജത് ബൃഹദൂർമിഭൂഷണം തത്രാദ്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭസഹസ്രശോഭിതം തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽപണക്ഷണം സിതാചലാപം ശിതികണ്ഠജിഹ്വം ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാപം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായ ദക്ഷണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മഹാമണിവ്രാതകിരീടകുണ്ടലപ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം സുനന്ദനന്ദപ്രമുഖൈ സ്വപാർഷദൈഃ ചക്രാദിഭിർമൂർത്തിധരൈർനിജായുധൈഃ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലർദിഭിഃ നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം വവന്ദ ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശനജാതസാദ്വസഃ തൗ ആഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ ബദ്ധാഞ്ജലി സസ്മിതമൂർജയാ ഗിരാം ദ്വിജാത്മജാ മേ യുവയോർദിദൃക്ഷുണാ മയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണൗ അവനേർഭരാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ പൂർണ്ണകാമാവപി യുവാം നരനാരായണൗ ഋഷി
ധർമ്മമാചരതാം സ്ഥിത്യൈ ഋഷഭോ ലോകസംഗ്രഹം ഇത്യാദിഷ്ടൗ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിന ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജതാരകാൻ നവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യദാഗതം വിപ്രായ ദദതുഃപുത്രാൻ യഥാരൂപം യഥാവയഃ നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥഃ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം ഇതീദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാനീജേ ഈജേ ജാത്യൂർജിതൈർമകൈഃ പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യദൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ട്യമാസ്ഥിതഃ ഹത്വാ നൃപാൻ അധർമ്മിഷ്ടാൻ ഘാതയിത്വാർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാര ആനയനം നാമ ഏകോനനവതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്നലെ ദശമസ്കന്ധത്തിലെ 89-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം 21 ശ്ലോകങ്ങളെ കൊണ്ട് ത്രിമൂർത്തികളിൽ വെച്ച് ഉപാസന ചെയ്യാൻ ഏറ്റവും യോഗ്യൻ, ഉത്തമൻ മഹാവിഷ്ണുവാണ്, നാരായണനാണ് എന്നുള്ളത് ഭൃഗുമഹർഷിയുടെ പരീക്ഷയിലൂടെ വ്യക്തമാക്കിയതായിട്ടുള്ള കഥ വിസ്തരിച്ചു കണ്ടു. ഇനിയിപ്പോൾ അതിലേക്ക് വീണ്ടും പോകേണ്ടതില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ വീഡിയോകൾ കഴിഞ്ഞു പോയതെല്ലാം കേൾക്കാം, കാണാം. അപ്പോൾ നമുക്ക് 22 മുതൽക്കുള്ള ശ്ലോകത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. 45 ശ്ലോകങ്ങളെ കൊണ്ടാണ് സന്താനഗോപാലൻ കഥ വർണ്ണിച്ചിരിക്കുന്നത്. അത് നമുക്ക് 2-3 ക്ലാസ് വേണ്ടി വരും. നമുക്ക് അതിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. ശ്രീശുക ഉവാച. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. ശ്രീശുകൻ കഥ തുടരുകയാണ്. ഭഗവാന്റെ കൃഷ്ണാവതാരത്തിൽ നടന്ന മറ്റൊരു അത്ഭുത ലീല. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഒരു കഥയാണ് സന്താനഗോപാലം എന്നുള്ളതായിട്ടുള്ള കഥ. അതിൻ്റെ ആരംഭമാണ്. ഏകദാ, ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എപ്പോഴാണ് എന്നുള്ളത് കൃത്യം അറിയാൻ ഇവിടെ നിവൃത്തിയില്ല. ഒരിക്കൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഭഗവാന്റെ അവതാര ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള അവസാന കാലത്തായിരിക്കണം. കാരണം ഇതിൽ അവസാനം നമ്മൾ ഭഗവാൻ വൈകുണ്ഠമൂർത്തി നാരായണൻ കൃഷ്ണാർജുനന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് എൻ്റെ അംശം ആയിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച
നരനാരായണന്മാർ തന്നെയാണ്. എന്തായാലും വേഗം പണികളൊക്കെ കഴിച്ചിങ്ങോട്ട് തിരിച്ചു പോരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം പോരൂ എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവസാന കാലം ആയി കാണണം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. 59-ാം ശ്ലോകത്തിൽ പറയുന്നത് ദ്വിജാത്മജാമേ യുവയോർ ദിദൃക്ഷുണ മയാ ഉപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണൗ അവനേർബരാസുരാൻ ഹത്വേഹ ഭൂയ ത്വരയേതം അന്തിമേ. യുവയോർ ദിദൃക്ഷുണാമയ, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ ആഗ്രഹിക്കുന്നവനായ എന്നാൽ ദ്വിജാത്മജ മേ ഉപനീത, ആ ബ്രാഹ്മണപുത്രന്മാർ എന്നാൽ കൊണ്ടുവരപ്പെട്ടു, ഉപനയിക്കപ്പെട്ടു, എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. നിങ്ങളാരാണ്? ഭുവി ധർമ്മഗുപ്തയെ കലാവതീർണൗ, ഭൂമിയിൽ ധർമ്മഗുപ്തയെ ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് കലാവതീർണൗ, എൻ്റെ കല കൊണ്ട് അവതീർണന്മാരായ രണ്ടുപേരാണ്, അവതരിച്ച രണ്ടുപേരാണ്, നരനാരായണന്മാരാണ് എന്ന് സൂചിപ്പിച്ചത് അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട്. പൂർണ്ണകാമൗ അഭിയുവാം നരനാരായണൗ ഋഷി. അപ്പൊ നിങ്ങൾ നരനാരായണന്മാർ തന്നെയാണ്, കൃഷ്ണാർജുനന്മാരായി ധർമ്മഗുപ്തയെ കലാവതീർണൗ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അവനേർബരാസുരാൻ ഹത്വാ ഇഹ ഭൂയഃ ത്വരയേതം അന്തിമേ. അവനേർബരാസുരാൻ, അവനിക്ക് ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന അസുരന്മാരെ ഹത്വാ കൊന്നിട്ട് ഇഹ ഇവിടേക്ക് മേ അന്തി എന്റെ സമീപത്തേക്ക് ഭൂയഃ ത്വരയേതം വീണ്ടും നിങ്ങൾ ത്വരയേതം എന്ന് പറഞ്ഞാൽ ത്വര എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, വേഗത്തിൽ വരിക, വേഗം വരിക എന്നർത്ഥം, ത്വരിക്കുവിൻ എന്നർത്ഥം. അത് ദ്വിവചന ഡിക്റ്റേഷനാണ്, രണ്ടുപേർക്കുമുള്ള നിർദ്ദേശമാണ്, വിധി ലിംഗാണ്. ഒരാളാണെങ്കിൽ ത്വരയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ രണ്ടുപേരായതുകൊണ്ട് അതും മധ്യമ പുരുഷനാണ്. ത്വരയേതം എന്ന് രണ്ടുപേർക്കുമായിട്ട് നിർദ്ദേശം കൊടുത്തതാണ്. രണ്ടുപേരും വേഗം വരൂ, അന്തിമേ എൻ്റെ സമീപത്തേക്ക്. പൂർണ്ണകാമവും അഭിയുവാം നരനാരായണൗ ഋഷി, നിങ്ങൾ രണ്ടുപേരും പൂർണ്ണകാമന്മാരാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല, നിങ്ങൾ നരനാരായണ ഋഷിമാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഋഷഭന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. ഋഷഭൗ നരനാരായണൗ ഋഷി പൂർണ്ണകാമൗ അപി യുവാം സ്ഥിത്യൈ ലോകസംഗ്രഹം ധർമ്മമാചരതാം. നിങ്ങൾ രണ്ടുപേരും ഈ ലോക നിലനിൽപ്പിനായിക്കൊണ്ട്, സ്ഥിതിക്കായിക്കൊണ്ട്, ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ധർമ്മത്തെ ആചരിക്കുവിൻ. അപ്പോൾ ദുഷ്ടനിഗ്രഹവും ധർമ്മപരിപാലനത്തിനുമായിട്ട് നിങ്ങൾ അവതരിച്ചവരാണ്, വേഗം കാര്യം കഴിഞ്ഞ് തിരിച്ചു പോരൂ എന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ്. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ നല്ലോണം ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? അർജുനന്. അതുകൊണ്ടൊന്നും പക്ഷെ അർജുനന് വേണ്ടത്ര ആ ഒരു പക്വത ആയിട്ടില്ല. കാരണം അത് രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ്, അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാലോ. നമ്മളിൽ തമോ ഗുണവും രജോ ഗുണവും വർദ്ധിച്ചിരിക്കുമ്പോൾ എന്തുപദേശം തന്നാലും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, കേൾക്കുമ്പോൾ ബോധ്യമൊക്കെ ഉണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്, ശ്രദ്ധയുണ്ട് കേൾക്കുമ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ചോർന്നു പോകുന്നു, മണലിലൊഴിച്ച വെള്ളം പോലെ, അല്ലേ? ഏതു വഴിക്കാണ് അത് പോയതെന്ന് അറിയില്ല. അതുപോലെയാണ് രജോ ഗുണ പ്രധാനിയായ അർജുനന് കൊടുത്തതായിട്ടുള്ള ഗീതോപദേശം. അർജുനൻ ഗീതോപദേശം പൂർണ്ണമായിട്ടും വേണ്ട പോലെ ഗ്രഹിച്ചിരുന്നെങ്കിൽ ആള് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ള ഭഗവാന്റെ ഉപദേശം അപ്പം തന്നെ സ്വീകരിച്ച് നേരെ ഹിമാലയത്തിലേക്കോ എവിടേക്കെങ്കിലും വനത്തിലേക്കോ
തപസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ആരെങ്കിലും തന്നെ പരിഹസിച്ചാലും നിന്ദിച്ചാലും എന്തു തന്നെയായാലും അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഉണ്ടാവില്ല. അത് തന്നെയല്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പോൾ വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടില്ല, ബ്രഹ്മവിദ്യ വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടില്ല. പിന്നെന്താ അദ്ദേഹം ഉൾക്കൊണ്ടത്? യോഗശാസ്ത്രം, നിവൃത്തിധർമ്മം. പ്രവൃത്തിധർമ്മം. അർജുനൻ സ്വീകരിച്ചത് പ്രവൃത്തിധർമ്മം അഥവാ കർമ്മയോഗമാണ് സ്വീകരിച്ചത്. അദ്ദേഹം നിവൃത്തിധർമ്മം അല്ലെങ്കിൽ ജ്ഞാനയോഗത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. അത് പിന്നീടും അദ്ദേഹം തന്നെ സ്വയം തുറന്നു പറയുന്നുണ്ട്. യുദ്ധത്തിനെല്ലാം ശേഷം ഭഗവാനെ വീണ്ടും സമീപിച്ചിട്ട് അന്ന് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ച കാര്യങ്ങൾ എനിക്ക് ഒന്നുകൂടെ ഉപദേശിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. അത് അവിടെ വെച്ച് പറഞ്ഞതെല്ലാം ഞാൻ മറന്നുപോയി, എനിക്ക് വീണ്ടും ഉപദേശിക്കൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ കുറച്ച് കളിയാക്കും പോലെയോ ശാസിക്കും പോലെയൊക്കെ കുറച്ച് പറഞ്ഞിട്ട് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, ഇപ്പം ഞാൻ വേറെ ചിലത് പറയാം എന്ന് പറഞ്ഞിട്ടാണ് നിവൃത്തിധർമ്മം ഉപദേശിക്കുന്നത്. അനുഗീത, ഭഗവത്ഗീത 700 ശ്ലോകങ്ങളാണെങ്കിൽ 1100ഓളം ശ്ലോകമുള്ളതാണ് അനുഗീത ഭഗവാൻ ഉപദേശിച്ചത്. അതിൽ നിവൃത്തിയാണ് പ്രധാനം. അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വേണ്ടതുപോലെ അർജുനന് ഉറയ്ക്കാൻ, ഈ കൃഷ്ണൻ ആരാണെന്നും ഈ തനിക്ക് ഉപദേശിച്ചതായിട്ട് കൃഷ്ണൻ വിശ്വരൂപമൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മറന്നുപോയി കാണും. ഒന്നുകൂടെ ഈ കൃഷ്ണൻ തൻ്റെ പ്രഭാവത്തെ കാണിച്ചു കൊടുക്കാൻ ഒരു ഗുരുസ്ഥാനീയനായിട്ട് അർജുനനെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. അവിടെ വൈകുണ്ഠത്തിൽ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ നാരായണമൂർത്തിയെ കാണുമ്പോൾ ഈ കൃഷ്ണനും നാരായണമൂർത്തിയും ഒന്നാണെന്നുള്ളതായിട്ട് തത്വം അർജുനൻ അറിയുന്നു. അവർ മാത്രമല്ല, താനും അവരിൽ നിന്ന് ഭിന്നനല്ല എന്നുള്ള അറിവും ഉപദേശവും തത്വമസി എന്നുള്ളതായിട്ടുള്ള മഹാവാക്യ ഉപദേശ സമാനമായിട്ടുള്ള ഒരു ഉപദേശമാണ് വൈകുണ്ഠനാഥനിൽ നിന്ന് അർജുനന് കിട്ടുന്നത്. അതോടുകൂടിയിട്ടാണ് അർജുനന്റെ അജ്ഞാനം ഒരുവിധം പൂർണ്ണമായി നീങ്ങുന്നത് എന്ന് പറയാം. അർജുനന്റെ അഹങ്കാരമെല്ലാം ശമിച്ച് തത്വജ്ഞാനം, താൻ ആരാണെന്നുള്ളതായിട്ടുള്ള ബോധം, വിശ്വാസം വരുന്നത് അനുഭവത്തിൽ നിന്നാണ്. താൻ വൈകുണ്ഠനാഥൻ തന്നെയാണ്, വൈകുണ്ഠനാഥന്റെ അംശമായി അവതരിച്ചതാണ് എന്ന് വൈകുണ്ഠനാഥൻ തന്നെ പറയുമ്പോൾ, അതും വൈകുണ്ഠത്തിൽ വെച്ച് തന്നെ പറയുമ്പോൾ, അവിടുത്തെ ആ പ്രഭാവത്തിന്റെ മധ്യത്തിൽ വെച്ച് പറയുമ്പോൾ അവിശ്വസിക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഒരു എന്താ പറയുക, തൻ്റെ നേരിട്ടുള്ള അനുഭൂതിയായി, അനുഭവമായി, അപരോക്ഷാനുഭൂതിയായി തൻ്റെ സ്വരൂപത്തെ ആ ഉപദേശം കൊണ്ട് അറിഞ്ഞ് പിന്നെ പ്രാരബ്ധം കഴിയാൻ വേണ്ടി മാത്രം ആ ശരീരവുമായി തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. കുറച്ചു കാലം കൂടി ഭൂമിയിലെ പ്രാരബ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അർജുനന്റെയും ഭഗവാന്റെയും ഒക്കെ അവതാരത്തിന്റെ അവസാന കാലം തന്നെ ആയിരിക്കണം. ഏകഥ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഈ കഥയിൽ നിന്ന് അതിൻ്റെ പൂർവാപര വിചിന്തനം ചെയ്യുമ്പോൾ ഈ ഒരു അനുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഏകദാദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. ഭാരത എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്യാണ്. അല്ലയോ ഭരതകുലത്തിൽ ജനിച്ച പരീക്ഷിത്തെ, ഏകദാ ഒരിക്കൽ ദ്വാരവതി ദ്വാരകാപുരി, അപ്പൊ ദ്വാരകാപുരിയിൽ വിപ്രപത്ന്യാഃ ജാതമാത്രഃ കുമാരകഃ ഭുവം സ്പൃഷ്ട്വാ മമാര കില. വിപ്രപത്ന്യാഃ ജാതമാത്രഃ കുമാരകഃ, ഒരു വിപ്രപത്നിയുടെ, ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ജാതമാത്രഃ കുമാരകഃ, ജാതമാത്രഃ ജനിച്ച ഉടനെയുള്ള
കുട്ടി, കുമാരൻ, കൊച്ചുകുട്ടി, പ്രസവിച്ച ഉടനെയുള്ള കുട്ടി. ഭുവം സ്പൃഷ്ടുവ ഭൂമിയെ സ്പർശിച്ച്, പേരിന് ജനിച്ചു, ഭൂമിയെ സ്പർശിച്ചു. അത് കഴിഞ്ഞിട്ടോ മമാരകില, മമാര എന്ന് പറഞ്ഞാൽ മരിച്ചു, മരണം സംഭവിച്ചു അത്രേ. ആ കുട്ടി മരിച്ചുപോയി. പ്രസവിച്ച ഉടനെ തന്നെ, ഭൂമിയെ സ്പർശിച്ച ഉടനെ തന്നെ. അല്ലേ, അതുവരെ ഭൂമി സ്പർശമില്ല. അമ്മയുടെ ഉദരത്തിലാണ് 10 മാസം കിടന്നത്. പ്രസവിച്ച് ഭൂമിയിൽ കിടത്തിയിട്ടുണ്ടാവും. ആ കിടത്തിയ ഉടനെ ആ കുട്ടി മരിച്ചു എന്നാ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ പുത്രൻ എന്നാ പറഞ്ഞു. തുടർന്ന് എന്ത് നടന്നു? വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാരി ഉപദായസഃ ഇദം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസഃ. വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാരി ഉപദായസഃ ഇദം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസഃ. ദീനമാനസഃ സഹ വിപ്രഃ ആതുരഃ വിലപൻ മൃതകം ഗൃഹീത്വാ രാജദ്വാരി ഉപദായ ഇദം പ്രോവാച. ദീനമാനസ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖിച്ച മനസ്സോടുകൂടിയവനായ സഹ വിപ്രഹ, ആ സ്ത്രീയുടെ ഭർത്താവായ ബ്രാഹ്മണ പത്നിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ, ആ കുട്ടിയുടെ ജനയിതാവ്, പിതാവ്. ആതുരഹ വ്യാകുല ചിത്തനായിട്ട്, വളരെ തകർന്നവനായിട്ട്, വിലപൻ കരഞ്ഞുകൊണ്ട്, വിലപിച്ചുകൊണ്ട്, മൃതകം ഗൃഹീത്വ മരിച്ച ആ കുട്ടിയുടെ ശരീരത്തെ എടുത്തുകൊണ്ട്, മൃതദേഹത്തെ എടുത്തുകൊണ്ട്, രാജദ്വാരി ഉപധായ, ആ രാജദ്വാരി ദ്വാരകാപുരിയുടെ കവാടത്തിൽ, രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഗോപുരദ്വാരത്തിൽ കൊണ്ടുവന്ന് ഉപദായ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് സമീപം കൊണ്ടുവച്ചിട്ട്, ധായ എന്നുള്ളത് ധരിക്കുക എന്നുള്ളത്, ഡുദാഞ്ഞ് എന്നുള്ള ധാതുവിന്റെ രൂപമാണ്. അപ്പൊ അവിടെ കൊണ്ട് കിടത്തി, മൃതശരീരത്തെ കൊണ്ട് ഗോപുരദ്വാരത്തിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് ഇദം പ്രോവാച, ഈ താഴെ പറയാൻ പോകുന്ന വാക്കുകളെ അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇതിപ്പോ എത്രാമത്തെ കുട്ടിയാണ്? അത് 9ാമത്തെ ആണെന്ന് പിന്നീട് നമ്മൾ അറിയും. അപ്പോൾ 1ാമത്തെ അല്ല ഇത്. ഈ ബ്രാഹ്മണൻ അത്രയും തകർന്നു. 9ാമത്തെ കുട്ടിയും മരിച്ച അവസ്ഥയാണ്. ആ കുട്ടിയും കൊണ്ടാണ് രാജദ്വാരത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. ബ്രഹ്മദ്വിഷഃ ഷഡദിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോഃ കർമ്മദോഷാത് പഞ്ചത്വം മേഘദുർഭഗഃ. ബ്രഹ്മദ്വിഷഃ ഷഡദിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേഘദുർഭഗഃ. അല്ല, ഇതിപ്പോ 1ാമത്തെ കുട്ടി തന്നെയാണ്. കാരണം പിന്നീടും പറയുന്നുണ്ട് ഏവം ദ്വിതീയം തൃതീയം, ഇങ്ങനെ 2ാമത്തേതും 3ാമത്തേതുമായിട്ടുള്ള കുട്ടികളെയും കൊണ്ടുവന്ന് കിടത്തി കരഞ്ഞു. അപ്പൊ എന്തായാലും ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ ഇയാള് വിലാപം തുടങ്ങി. അദ്ദേഹം ക്ഷത്രിയന്മാരെ അഥവാ ഭരണാധികാരികളെ നിന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ്വാരകാപുരിയുടെ രാജാവായിരിക്കുന്നത് ഉഗ്രസേനനാണ്. ഉഗ്രസേനനെ സഹായിക്കാനായിക്കൊണ്ട് പ്രഗത്ഭരായ മന്ത്രിമാരും സേനാനായകന്മാരും ഉപദേഷ്ടാക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അനന്തരവന്മാർ അഥവാ രാജകുമാരന്മാരായിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഉണ്ട്. ഇത്രയും ശക്തന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവരൊന്നും വേണ്ട പോലെ രാജ്യം ഭരിക്കുന്നില്ല, അവർ ധർമ്മം പരിപാലിക്കുന്നില്ല എന്നാണ് ഈ ബ്രാഹ്മണന്റെ വാദം. അദ്ദേഹം പറയാണ് ബ്രഹ്മദ്വിഷഃ ഷഡദിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോഃ കർമ്മദോഷാത് മേ അർഭഗഃ പഞ്ചത്വം ഗതഃ. മേ അർഭഗഃ എന്റെ ബാലൻ, എന്റെ ശിശു, പഞ്ചത്വം ഗതഃ മരണം പ്രാപിച്ചു. മരണത്തെ പ്രാപിച്ചത് കാരണം എന്താണ്? ഇവരുടെ കർമ്മദോഷാത്. ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു അവരെ.
ക്ഷത്രബന്ധോഹോ എന്ന് പറയുന്നുണ്ട്. ക്ഷത്രബന്ധു എന്ന് പറഞ്ഞാൽ ഉത്തമ ക്ഷത്രിയന്മാരല്ല, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, അത്രേ ഉള്ളൂ. അധമന്മാരാണ്. ബന്ധുത്വം കൊണ്ട് ക്ഷത്രിയനായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തി കൊണ്ടും യോഗ്യത കൊണ്ടൊന്നും ക്ഷത്രിയന്മാരല്ല. ബ്രഹ്മബന്ധു എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. അച്ഛനമ്മമാരും പൂർവീകരുമൊക്കെ നല്ല സംസ്കാരമുള്ളവരായിരുന്നു, ബ്രാഹ്മണരായിരുന്നു. അവിടെ വന്ന് ജനിച്ചു, പക്ഷേ പ്രവൃത്തി കൊണ്ട് ആ ഗുണമൊന്നുമില്ല. അങ്ങനെയുള്ളവർ ബന്ധു എന്ന് പറയും. അപ്പോൾ ക്ഷത്രബന്ധു. അപ്പൊ വെറും ക്ഷത്രിയ കുലത്തിൽ വന്ന് ജനിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇവർക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം എങ്ങനെയുള്ളവരാണ്? ബ്രഹ്മദ്വിഷ, ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവരാണ് ഇവര്. നല്ല ആളുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബ്രഹ്മണ്യനായ ബ്രാഹ്മണപ്രിയനായ കൃഷ്ണന്റെ നേതൃത്വമുള്ളതായിട്ടുള്ള ദ്വാരകാപുരിയില് ഭഗവാൻ എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണരെ ആരെങ്കിലും നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ, ഇനി അവരിങ്ങോട്ട് ഉപദ്രവിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് ദണ്ഡം മേടിക്കും എന്ന് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണ്യദേവനാണ് ഭഗവാൻ. ബ്രാഹ്മണപ്രിയനായിട്ടുള്ള ആ കൃഷ്ണൻ ഭരിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണന്റെ നേതൃത്വമുള്ളതായിട്ടുള്ള ദ്വാരകാപുരിയിൽ എല്ലാവരും ബ്രാഹ്മണ ബഹുമാനമുള്ളവരാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന കാരണം അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാണ്. കാരണം നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് എൻ്റെ കുട്ടി മരിക്കുന്നത് എന്നതാണ്, കുറ്റപ്പെടുത്തലാണ്. ബ്രഹ്മദ്വിഷ, ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവരും, ഷഡതിയ, ശാഠ്യബുദ്ധിയോടുകൂടിയവർ അഥവാ വഞ്ചനാബുദ്ധിയോടുകൂടിയവർ എന്നൊക്കെ അർത്ഥമാണ്. വഞ്ചനകളിൽ താല്പര്യമുള്ളവർ എന്ന് വെച്ചാൽ വെറും ക്ഷത്രിയന്മാരൊന്നും അല്ല, അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഹിപ്പോക്രാറ്റുകൾ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഈ കൂട്ടത്തിൽപ്പെടും അല്ലേ? ഓരോരോ പാർട്ടികളുടെ പേര് പറഞ്ഞ് പാർട്ടികളുടെ ആദർശം ആണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പാർട്ടിയുടെ ആദർശവുമായിട്ട് ഒരു ബന്ധവുമില്ല. സോ കോൾഡ് മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നവര് കമ്മ്യൂണിസമൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി, മാർക്സിസമൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി. പശുവും ചത്ത് മോരിലെ പുളിയും തീർന്നതെന്ന് പറഞ്ഞ മാതിരി എന്തൊക്കെയോ ആയിക്കഴിഞ്ഞു. ഇപ്പൊ വെറും അവരുടെ ക്യാപിറ്റലിസമാണുള്ളത്. നല്ല സാമർഥ്യമുള്ള ഗുണ്ടാ സ്വഭാവമുള്ള ആളുകൾ നേതാക്കന്മാരായി വന്ന് അണികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഗുണ്ടായുസം, കൊല്ലും കൊലയും സിന്ദാബാദ് വിളിപ്പിക്കലും ഒക്കെ ചെയ്തിട്ട് സുഖമായി കോടികൾ സ്വത്ത് വിദേശത്തും സ്വദേശത്തും ആർജിച്ച് സുഖ ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. കമ്മ്യൂണിസവും ഇതുമായിട്ട് എന്ത് ബന്ധം? ഷടതിയ. അതേപോലെ തന്നെ ഗാന്ധിയൻ അല്ലെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഗാന്ധി കതറിട്ടത് കൊണ്ടാവൂ? അവരും സ്വാർത്ഥരായിക്കൊണ്ട് അല്ലേ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനും തീവ്രവാദികളെ സഹായിക്കാനുമായിക്കൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനും അവരുടെ കാല് നക്കിക്കൊടുക്കാനുമായിട്ട് ഭരണം കിട്ടണം, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് ഭരണം കിട്ടണം, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അവ എന്ത് ഇസമാണുള്ളത്? സോഷ്യലിസവും ഇല്ല, ജനാധിപത്യവും ഇല്ല, ഒന്നുമില്ല. സമത്വം തീരെയില്ല, മതനിരപേക്ഷതയില്ല, മതപ്രീണനം, വർഗീയത വളർത്തുക. എന്നിട്ടോ യഥാർത്ഥ വർഗീയത ഇല്ലാത്ത എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് അല്ലേ? യഥാർത്ഥ കള്ളന്മാര് കള്ളനല്ലാത്തവരെ കള്ളൻ എന്ന് വിളിക്കും പോലെ ലേബലടിച്ചു പ്രശസ്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഭീതി വിതയ്ക്കാനായിക്കൊണ്ട് വർഗീയ പാർട്ടി എന്ന് BJPയെ വിളിക്കും. യഥാർത്ഥ വർഗീയ പാർട്ടികൾ ഇവർ രണ്ടു കൂട്ടരുമാണ്. വർഗീയത വളർത്തുന്നത് ഇവരാണ്. അപ്പോൾ ഹിപ്പോക്രാറ്റുകൾ എന്ന് ശരിക്കും പറയാം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ. തിരിച്ചറിയുക. പക്ഷെ ആളുകൾ എല്ലാവരും
വിവരമുള്ളവരാണോ, ചിന്തിക്കുന്നവരാണോ? വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഭ്രമത്തിൽ എത്രയോ കാലമായി മനസ്സുകൊണ്ട് ഒരു പാർട്ടിയോട് വിധേയത്വം കാണിച്ചു. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഒരു തരം മാനസികമായിട്ടുള്ള അടിമത്തം. ചിന്തിക്കുന്നില്ല. നമ്മൾ ഇത്ര കാലമായിട്ട് ഇത്രയും ഈ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും പണ്ട് ഗാന്ധിയൻ കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്നവരാണ്. പക്ഷെ കാലം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇവരൊക്കെ മഹാകള്ളന്മാരാണ്. ഇവിടെ ഗാന്ധിസും ഇല്ല, ഒരു നന്മയുമില്ല, സ്വാർത്ഥരാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ വിവേകം കൊണ്ട് അവിടുന്ന് മാറിപ്പോകുന്നത്. അതുപോലെ എല്ലാവർക്കും മാറാൻ പറ്റുന്നില്ല, അടിമകളായിപ്പോയി. എന്തോട്ടെ. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികളുടെ സ്വഭാവമാണ് ഈ പറയുന്നത്. ബ്രഹ്മദ്വിഷഃ ഷഡദിയഃ ലുബ്ധസ്യ. ലുബ്ധന്മാരാണ്. ലുബ്ധന്മാരെന്നാൽ ലോഭം, ധനാശയുള്ളവർ. ധനം സമ്പാദിക്കണം, ഏത് വഴിക്കാണെങ്കിലും, ആരുടെ മണ്ടയിലും അളകരച്ചിട്ടാണെങ്കിലും, എന്ത് അഴിമതി കാട്ടിയിട്ടാണെങ്കിലും, അല്ലേ, രാജ്യത്തിന് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി പണ്ടത്തെ എന്താ പറയുക, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നതായിട്ടുള്ള കാലത്ത് ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടിയിട്ട് 1,00,000 കോടി നീക്കിവെച്ചാൽ അതിൽ 1000 കോടി പോലും ആ പദ്ധതിയിലേക്ക് എത്തില്ല. ബാക്കി മുഴുവൻ പലരുടെയും ചിലവായിൽ പോകും. അല്ലേ, ചിലവായി പോകുമല്ല, ചിലവായിൽ പോകും. ജനങ്ങളിലേക്ക് എത്തുന്നത് അതിൽ 100-ൽ 1 മാത്രമായിരിക്കും. 100 രൂപ ചെലവാക്കിയാൽ 1 രൂപയുടെ ഫലമേ സമൂഹത്തിന് കിട്ടുകയുള്ളൂ. ബാക്കി മുഴുവൻ നേതാക്കന്മാർ പലരും പങ്കിട്ടെടുക്കും. അത് മാറി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് നല്ല തൻ്റെ ഇടമുള്ള ആൾക്കാരാണ്. അഴിമതിയിൽ യാതൊരു താല്പര്യമില്ലാത്ത രാജ്യസ്നേഹമുള്ള ആളുകളാണ്. അതുകൊണ്ടത് കാണുന്നുണ്ട്. റോഡുകളായിട്ടും റെയിൽവേ സ്റ്റേഷനുകളായിട്ടും വന്ദേ ഭാരത് ട്രെയിനുകളായിട്ടും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റായിട്ടും മറ്റ് പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റായിട്ടും കാണാം. കാരണം അവർക്ക് പോക്കറ്റ് അടിക്കേണ്ട കാര്യമില്ല. പലരും ധനികന്മാരാണ്, ചിലർ ബ്രഹ്മചാരിമാരാണ്, സന്യാസിമാരെ പോലെയുള്ളവരാണ്. അവർ ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. നിത്യവും അവർ എന്താണ്, നമസ്തേ സദാ വത്സലേ എന്നുള്ള മഹാപ്രാർത്ഥന ചൊല്ലുന്നവരാണ്. മാതൃഭൂമിയെ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളിതാ ത്വദീയായ കാര്യായ ബദ്ധാകടീയം, അമ്മയുടെ കാര്യത്തിനായിക്കൊണ്ട് ഞങ്ങൾ കടിബന്ധം ചെയ്തിരിക്കുകയാണ്. അരയും തലയും മുറുക്കിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് മരണം സംഭവിച്ചാലും ഞങ്ങൾ വീണുപോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് ദിവസവും പ്രതിജ്ഞ ചെയ്യുന്നവരാണ്. എന്തായാലും ലുബ്ധസ്യ, ധനമോഹമുള്ളവരും, വിഷയാത്മനഃ, വിഷയസുഖങ്ങളിൽ ഭ്രമിക്കുന്നവരും, അതിൽ മനസ്സ് വച്ചിരിക്കുന്നവരും, വിഷയചിന്ത നിരന്തരമുള്ളവരും, സുഖലോലുപന്മാരെന്ന് പറയാം. അങ്ങനെയുള്ള രാജാക്കന്മാർ, ഭരണാധികാരികൾ. ക്ഷത്രബന്ധോഹോ, എങ്ങനെയോ ക്ഷത്രിയ കുലത്തിൽ വന്ന് ജനിച്ചിരിക്കണു, ഒരു യോഗ്യതയും ഇല്ല. അങ്ങനെയുള്ള ഇവരുടെ കർമ്മദോഷാത്, ഇവരുടെ കർമ്മദോഷം കൊണ്ടാണ്, രാജാവ് മര്യാദയ്ക്ക് രാജ്യം ഭരിക്കാത്തത് കൊണ്ടാണ്, ധർമ്മം പരിപാലിക്കാത്തത് കൊണ്ടാണ് മേ അർബഗഃ പഞ്ചത്വം ഗതഃ, എൻ്റെ കുട്ടിക്ക് ഈ മരണം സംഭവിച്ചത്. രാജാവിൻ്റെ ഭരണം ശരിയല്ലാത്തതുകൊണ്ട്, രാജാക്കന്മാര് മര്യാദയ്ക്ക് പരിപാലിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് വിഷമമുണ്ടാകും. ബാലമരണങ്ങൾ, മറ്റ് രോഗപീഠകൾ, ദാരിദ്ര്യം, അതിവൃഷ്ടി, അനാവൃഷ്ടി, ഭൂകമ്പം, പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെ പലതും ഒരു രാജ്യത്ത് വരുന്നത് ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഭരിക്കുമ്പോഴാണ്. ധർമ്മം പരിപാലിക്കാത്ത സ്വാർത്ഥരായ കള്ളന്മാരായ രാജാക്കന്മാർ, ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ ആ രാജ്യത്ത് എല്ലാ ക്ലേശങ്ങളും വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം.
ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സ്വസ്തി പ്രജാഭ്യഃ പ്രജാഭ്യഃ സ്വസ്തി, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ. സ്വസ്തി പ്രജാഭ്യഃ. പ്രജാഭ്യാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്. രണ്ടുപേർക്ക് മാത്രം വന്നാവും. പ്രജാഭ്യാം, ദ്വാഭ്യാം പ്രജാഭ്യാം. രണ്ട് പ്രജകൾക്ക്, രണ്ടുപേർക്ക് മാത്രം സ്വസ്തി ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രജാഭ്യഃ, ബഹുവചനം, പ്ലൂറൽ, അതാണ് പ്രജാഭ്യഃ. സ്വസ്തി പ്രജാഭ്യഃ പ്രജാഭ്യഃ സ്വസ്തിഃ ഭവതു. പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. അതൊരു ഫ്രേസാണ്. മഹീഷാഃ മഹീം ന്യായേന മാർഗേണ പരിപാലയന്താം. മഹീഷന്മാർ, രാജാക്കന്മാർ, മഹിയെ ഭൂമിയെ, ന്യായേന മാർഗേണ ഓർ ധർമ്മേണ മാർഗേണ, ധർമ്മമാർഗം കൊണ്ട് പരിപാലയന്താം പരിപാലിക്കട്ടെ. ധർമ്മമാർഗത്തിലൂടെ ഈ ഭൂമിയെ രാജാക്കന്മാർ, ഭരണാധികാരികൾ പരിപാലിക്കട്ടെ. ന്യായേന മാർഗേണ മഹിം മഹീഷാഃ പരിപാലയന്താം. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. നിഷ്കളങ്കരായ സാത്വികരായ ജന്തുക്കൾക്കും, പ്രകൃതിയെ അനുഗ്രഹിക്കുന്ന ജന്തുക്കളാണ് ഗോക്കൾ. നമുക്ക് മാതൃതുല്യരാണ്. അമ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാല് തന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഗോമാതാക്കളാണ്. ആ ഗോമാതാവിൻ്റെ ചാണകവും ഗോമൂത്രവും കൊണ്ടാണ് ഭൂമി ഫലഭൂയിഷ്ടമാകുന്നത്, ഭൂമി ഊർവരം ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗോക്കൾക്കും ബ്രാഹ്മണേഭ്യഃ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ബ്രാഹ്മണന്മാർക്കും, ബ്രാഹ്മണന്മാരെന്നാലോ സാത്വികന്മാർക്ക്, സജ്ജനങ്ങൾക്ക് എന്നർത്ഥം. നല്ല സംസ്കാരമുള്ളവരും ലോകത്തിന് മാതൃകയായി ജീവിക്കുന്നവരും സാധുജനങ്ങൾക്ക് എന്നർത്ഥം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. നിത്യം ശുഭമസ്തു, മംഗളം ഭവിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകം മുഴുവൻ, സമസ്താ ലോകാഹ, എല്ലാവരും, സകല ജനങ്ങളും സുഖികളായി ഭവിക്കട്ടെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ അതിന് വിരുദ്ധമാണ് ഈ പറഞ്ഞ ബ്രഹ്മദ്വിഷഃ ഷഠദിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോഃ കർമ്മദോഷാത് പഞ്ചത്വം ഏകദോർഭകഃ. നമ്മുടെ രാജ്യത്ത് എല്ലാ ദുരിതങ്ങളും വന്നു ചേരുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഭരിക്കുന്നത് കൊണ്ടാണ്. ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലം അചിതേന്ദ്രിയം പ്രജാഭജന്ത്യഃ സീദന്തി ദരിദ്രാ നിത്യദുഃഖിതാഃ. ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലം അചിതേന്ദ്രിയം പ്രജാഭജന്ത്യഃ സീദന്തി ദരിദ്രാ നിത്യദുഃഖിതാഃ. അദ്ദേഹത്തിൻ്റെ, ബ്രാഹ്മണന്റെ ശാപം തുടരുകയാണ്. അദ്ദേഹം പറയുന്നു, ഹിംസാവിഹാരം ദുശ്ശീലം അജിതേന്ദ്രിയം നൃപതിം ഭജന്ത്യഃ പ്രജാഃ ദരിദ്രാഃ നിത്യദുഃഖിതാഃ സീദന്തി. അപ്പോ ഇങ്ങനെയുള്ള രാജാക്കന്മാരെ സേവിക്കുന്ന പ്രജകൾ സ്വയം നശിക്കുന്നു. എങ്ങനെയുള്ള രാജാക്കന്മാരെ? ഹിംസാവിഹാരം, മറ്റുള്ളവരെ ഹിംസിക്കുന്നതിൽ, മൃഗങ്ങളെയും ജന്തുക്കളെയൊക്കെ പീഡിപ്പിക്കുന്നവരിൽ, ഹിംസ തന്നെ വിഹാരമാക്കിയിരിക്കുന്നവരും. ദുശ്ശീലം, സദാചാരമില്ലാത്ത ദുഷിച്ച ശീലങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, ചൂതുകളി, കളവുകള് എല്ലാം ശീലമാക്കിയിരിക്കുന്നവർ. ദുശ്ശീലം അജിതേന്ദ്രിയം, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവരും വിഷയലംബടന്മാരുമായിരിക്കുന്ന നൃപതിം ഭജന്ത്യഃ, രാജാവിനെ ഭജിക്കുന്നവർ, സേവിക്കുന്നവരായ
പ്രജാഹ അവിടുത്തെ പ്രജകൾ, ആ നാട്ടിലെ പ്രജകൾ. അപ്പോ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്ത് അധികാരികളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ നോക്കി പറയേണ്ടതാണ് ഇതെല്ലാം. മൂഢന്മാരെ, നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളെയാണ് ഇപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നത്, സേവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വന്തം നാശത്തിനായിക്കൊണ്ട്. നിങ്ങൾ നശിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ട് നശിക്കും? ദരിദ്രാഹ നിത്യദുഃഖിതാഹ സീദന്തി. ദരിദ്രരായി, ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി, നിത്യദുഃഖിതാഹ എന്നും ദുഃഖിക്കുന്നവരായി, സീദന്തി ക്ഷയിക്കുന്നു, തളരുന്നു. ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് 6 ലക്ഷം കോടി കടമെടുത്തിട്ടുണ്ട് സുഖിക്കാൻ, അവരുടെ ധൂർത്തിന്, കൊള്ളയടിക്കാൻ. അവർക്ക് അമേരിക്കയിലും വിദേശങ്ങളിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവരിവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലും പറഞ്ഞിട്ട് എന്താണത് കോൺട്രാക്റ്റുകളൊക്കെ കൊടുക്കുന്നത്. റോഡുകളൊക്കെ പണിയുന്നതും ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നതുമായിട്ടുള്ള ഒരു കമ്പനി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന് കടമെടുക്കാൻ ഒരു കമ്പനിയുണ്ട്, കിഫ്ബി അല്ലേ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ കടമെടുക്കുക, എന്നിട്ട് കൊടുക്കുന്നത് ഞാനും എൻ്റെ സ്വന്തക്കാരും അധികാരികളായിരിക്കുന്ന ഒരു കമ്പനിയിലേക്ക്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് തന്നെ. ഊരാളുങ്കൽ, താങ്ക് യു, എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നുണ്ടായിരുന്നില്ല. ഊരാളുങ്കൽ എന്നുള്ളത് തട്ടിക്കൂട്ട് സൊസൈറ്റിയാണത്. അതിലിപ്പോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കണ്ണൂരിലുള്ള നേതാക്കന്മാരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്. അതിൽ ഉണ്ടാകുന്ന ലാഭങ്ങളും കൊള്ളയും എല്ലാം അടിച്ചു മാറ്റുന്നത് കണ്ണൂർ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ മുഖ്യ പങ്കാളി. അപ്പോൾ ആ പേരിലാണ് എല്ലാ തട്ടിക്കൂട്ടലും, എല്ലാ തട്ടിപ്പും വെട്ടിപ്പും. നമ്മളുടെ ഓരോരുത്തരുടെയും തലയിൽ 6 ലക്ഷം കോടിയെ നമുക്ക് 3.5 കോടി ജനങ്ങളുടെ തലയ്ക്ക് വിഭജിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കോളും. 6 ലക്ഷം കോടി 3.5 കോടി ജനങ്ങൾക്ക് വിഭജിക്കുക. ആൾക്ക് ഓരോ കോടിയെങ്കിലും, ആൾക്ക് 2 കോടി തലയ്ക്ക് ഉണ്ടാവുമോ തോന്നുന്നു? ഒന്നും ഞാൻ കണക്ക് കൂട്ടിയില്ല. അപ്പൊ ദാരിദ്ര്യവും നിത്യ ദുഃഖിതരുമായി പ്രജാഹ സീദന്തി, പ്രജകൾ നശിച്ചു പോകും എന്നർത്ഥം. ഇങ്ങനെയുള്ള രാജാക്കന്മാരെ സേവിച്ചു കഴിഞ്ഞാൽ, ഭരണാധികാരികളെ സേവിച്ചു കഴിഞ്ഞാൽ എന്ന് ശരിക്കുള്ള രാജധർമ്മമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഭഗവാനെയും ഭഗവാന്റെ കൂടെയുള്ള യാദവ പ്രമുഖരെയും മനസ്സിലാക്കാത്ത ബ്രാഹ്മണൻ തൻ്റെ ദുഃഖത്തിൻ്റെ പ്രകടനമായിട്ടിങ്ങനെ ചെയ്യുകയാണ്. ഏവം ദ്വിതീയം വിപ്രഷിഹി തൃതീയം ത്വേവമേവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാധാം സമഗായത. ഏവം ദ്വിതീയം വിപ്രഷിഹി തൃതീയം ത്വേവമേവ ച വിസൃജ്യ സ നൃപദ്വാരി താം ഗാധാം സമഗായത. ഏവം ഇപ്രകാരം സഹ വിപ്രഷിഹി, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്നർത്ഥത്തില് വിപ്രഷി എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദ്വിതീയം തൃതീയം ഏവ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടി മരിച്ചപ്പോഴും നൃപദ്വാരി വിസൃജ്യ, രാജദ്വാരത്തിൽ ദ്വാരകാപുരിയുടെ കവാടത്തിൽ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ മൃതശരീരത്തെ കിടത്തിയിട്ട് താം ഗാധാം സമഗായത, അതേ പാട്ടിനെ പാടി. ഒരേ പാട്ട് തന്നെയാണ് പാടിയത്. എന്നുവെച്ചാൽ മുമ്പേ പറഞ്ഞതായിട്ടുള്ള ആ ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഭരിക്കുന്നിടത്താണ് പ്രജകൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള രാജാക്കന്മാരെ ഭജിക്കുന്ന പ്രജകൾക്ക് തീർച്ചയായിട്ടും ദാരിദ്ര്യവും ദുഃഖവും ഉറപ്പാണ്. ഈ പാട്ട് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ
ആ ബ്രാഹ്മണന് 9ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഇദ്ദേഹം 9ാമത്തെ കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കിടത്തിക്കൊണ്ട് ഇത് തന്നെ പറയുന്ന സമയത്ത് നമ്മുടെ അർജുനൻ അവിടെ എത്തിയിരുന്നു. താമർജുന ഉപസൃത്യ കർഹിചിത് കേശവാന്തികെ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. താമർജുന ഉപസൃത്യ കർഹിചിത് കേശവാന്തികെ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. അങ്ങനെ കർഹിച്ചിത്ത് ഒരിക്കൽ കേശവാന്തികെ അർജുന ആസീത്. ഭഗവാന്റെ അടുത്ത്, കൃഷ്ണന്റെ അടുത്തേക്ക് അർജുനൻ വന്നിരുന്നു. അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിലേക്ക് വരും. ഭഗവാനോടുള്ളതായിട്ട് തൻ്റെ സൗഹൃദവും, അല്ലെ, മാതുലേയനാണ്, അമ്മാവന്റെ മകനാണ്, തൻ്റെ എല്ലാമാണ്, കൂട്ടുകാരനാണ്, സാരഥിയാണ്, അതുപോലെ തന്നെ ഉപദേഷ്ടാവാണ്, തൻ്റെ ഭാര്യയുടെ സഹോദരനാണ്, അല്ലെ, സുഭദ്രയുടെ സഹോദരനാണ്. അപ്പം എല്ലാ ബന്ധവും കൊണ്ട് ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അങ്ങനെ കേശവാന്തികെ അർജുനൻ വന്നു. ആ സമയത്ത് നവമേ ബാലേ പരേതേ, 9ാമത്തെ കുട്ടി പരേതനായപ്പോൾ താം ഉപസൃത്യ, ഈ ബ്രാഹ്മണൻ പാടുന്ന അദ്ദേഹത്തിന്റെ ഈ ശാപവചസ്സുകളെ കേട്ടിട്ട് ബ്രാഹ്മണം സമഭാഷക, ആ ബ്രാഹ്മണനോട് സംഭാഷണം ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണനോട് എന്താ പറയുക, ഒരു ആവശ്യവുമില്ലാതെ അവിടെ ദ്വാരകയിലുള്ള രാജാക്കന്മാരെയാണ് ഈ ബ്രാഹ്മണൻ കുറ്റപ്പെടുത്തുന്നത്. അതിൽ തനിക്ക് യാതൊരു കാര്യവുമില്ല. അവരത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ എന്താ പറയുക, അത്രയ്ക്ക് നീചരൊന്നും അല്ല എന്നെല്ലാം അറിയാം. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും ആ കുറ്റപ്പെടുത്തുന്നതിനെ താനും കൂടെ അംഗീകരിച്ചുകൊണ്ട് ഇവരൊന്നും രാജാക്കന്മാരെ അല്ല എന്ന് ഈ ബ്രാഹ്മണൻ പറയുന്നതിനെ ശരിവെച്ചുകൊണ്ട് അർജുനനും അതുതന്നെ പറയണം. അതാണ് ഇവിടെ 28, 29 ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ 30ാമത്തെ ശ്ലോകത്തിൽ താനാണ് യഥാർത്ഥ ക്ഷത്രിയൻ, ഞാൻ രക്ഷിച്ചു കൊള്ളാം, അങ്ങയുടെ പുത്രനെ, അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കൂ, ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുകയാണ് 30ാമത്തെ ശ്ലോകത്തിൽ. അതിന് ബ്രാഹ്മണൻ പരിഹസിക്കുന്നുണ്ട്, അതിന് പ്രതിജ്ഞ ചെയ്യുന്നു അർജുനൻ. അതാണ് തുടർന്ന് വരുന്നത്. നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മുടെ അതിഥികൾ വന്നിരിക്കുകയാണ്, കാണട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ നോക്കാം. ഹരി ഓം. രാവിലെ പറ്റിയാൽ നോക്കാം.